ശ്രീ ചാണ്ടി ഉമ്മനിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ദയവായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം യാതൊരു രീതിയിലും വൈകാതെ ആരംഭിക്കാവുന്നതാണ്. May I request everyone to kindly have your seats, please. Namaskaram. Good evening, everyone. I am Milton Matthew, your MC for this event. ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഹ്യൂസ്റ്റണിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ചാണ്ടി ഉമ്മൻ MLAക്ക് സ്വീകരണം നൽകാൻ ഫ്രണ്ട്സ് ഓഫ് OC ഹ്യൂസ്റ്റൺ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സ്വീകരണ വേളയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കൈയടിക്കാം. ഇത് വളരെ അഭിമാനപൂർവമായ സന്തോഷമായ ഒരു ദിവസമാണല്ലേ നമ്മൾ മലയാളികൾക്ക്. ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ആദ്യമായി തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു പ്രോഗ്രാം യാതൊരു രീതിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രാമായി കരുതരുത്. മറിച്ച് നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ പ്രിയപുത്രൻ ശ്രീ ചാണ്ടി ഉമ്മൻ MLAക്ക് ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് ഓഫ് OC ഹ്യൂസ്റ്റൺ കൊടുത്തിരിക്കുന്ന ഒരു സ്വീകരണമാണ്, ഒരു സ്നേഹ സ്വീകരണം മാത്രമാണിത്. നാം ഏവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവ്, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ MLA, പുതുപ്പള്ളിയുടെ ജനനായകൻ, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ പ്രിയപുത്രൻ ശ്രീ ചാണ്ടി ഉമ്മൻ MLAക്ക് സ്വീകരണം നൽകാനായിട്ടാണ്. അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണുവാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ശ്രീ ചാണ്ടി ഉമ്മൻ MLA, താങ്ക് യു ഫോർ കമ്മിങ് ടുഡേ. അടുത്തതായി ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ ജോസഫ് എബ്രാഹിമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കയ്യടിയാവാം. ഏതൊരു നല്ല ചടങ്ങും തുടങ്ങുന്നത് ഈശ്വര പ്രാർത്ഥനയോടെയാണ്, അല്ലേ? May I request everyone to kindly raise from your seat for a moment of silent prayer. You may take your seats now. Thank you. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ അടുത്ത സുഹൃത്തും കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരുന്ന ശ്രീ വി ബാബുക്കുട്ടിയെ
സ്വാഗത പ്രസംഗത്തിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കൈയടിയാവാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ചാണ്ടി ഉമ്മൻ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ചാണ്ടി ഉമ്മന് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. ജോസഫ് എബ്രഹാം തമ്പാനെ നിങ്ങളെല്ലാവരും അറിയുന്നവരാണ്. തമ്പാനിവിടെ നമ്മുടെ OIC പ്രസ്ഥാനം വളരെ വർഷങ്ങളായിട്ട് നയിച്ചുകൊണ്ടുപോയ വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളും 99% മുഖങ്ങളും എനിക്ക് പരിചയമുള്ളതാണ്. എന്നെ അറിയുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നാമൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ MC പറഞ്ഞതുപോലെ ചാണ്ടിയപ്പനും ബ്രിക്സ് എന്നൊക്കെ നമ്മൾ ഒത്തിരി വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഉള്ള കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനായിട്ടുള്ള അവസരവും ഇതിൻ്റെ ഓർഗനൈസേഷൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് സമയം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ബ്രിക്സിൻ്റെ സമ്മേളനത്തിന് പോയി തിരിച്ച് ഇതിലെ വരുമെന്നും ഇവിടെ നമ്മളെയൊക്കെ കാണാനായിട്ട് ചാണ്ടിയപ്പൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രസിഡന്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തെയും ഒഫീഷ്യലായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ താങ്ക് യു മിസ്റ്റർ VV പാപ്പടി. അടുത്തതായി അധ്യക്ഷ പ്രസംഗം ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ സഹപാഠിയും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് IOC ടെക്സസ് ചാപ്റ്ററിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന ശ്രീ ജോസഫ് എബ്രാഹിമിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വിശിഷ്ട അതിഥി ശ്രീ ചാണ്ടി MLA, ബഹുമാനായ സദസ്യരെ, ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും നമ്മുടെ വിശിഷ്ട അതിഥിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബ്രിക്സ് സമ്മേളനം കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനെ എത്തിയ അദ്ദേഹത്തിന് തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വിഷയങ്ങൾ കാണും. തന്നെയുമല്ല, സമയം അനുവദിക്കുമെങ്കിൽ ആനുകാലികമായി നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് GST പരിഷ്കരണം കൊണ്ട് കേരളത്തിന് ഗുണമാണോ അതോ ദോഷമാണോ, എന്താണ് സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ട്, വോട്ട് ചോരി. അതിൻ്റെ സംഭവ വികാസങ്ങൾ സാധാരണ മനുഷ്യരെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. കൂടാതെ ഈ അടുത്ത ദിവസം കേൾക്കുന്ന ഇവിടെ ശബരിമലയിലെ വിഗ്രഹം സ്വർണം പൂശാനായി കൊണ്ടുപോയി അതിൻ്റെ അഴിമതി കഥകൾ അമ്പരപ്പിക്കുന്നു. അതിനെക്കുറിച്ചുള്ള സാധാരണ ജനങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെ നിരവധി ആനുകാലിക പ്രശ്നങ്ങളുടെ സമയം അനുവദിക്കുന്ന പോലെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കണം. നിങ്ങൾക്കൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. അത് കാരണം അദ്ദേഹത്തിന് സമയവും സൗകര്യം അനുവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. പ്രവാസി വേണ്ടാന്ന് പറഞ്ഞ ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ആപത്ത്. അപ്പൊ എല്ലാവിധ കാരണം നമ്മുടെ നിങ്ങളെല്ലാം വന്ന് ഇവിടെ മാറ്റിക്കോ, പക്ഷെ നമ്മുടെ നാട് മാറുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം ന്യൂയോർക്ക് മാറി, ഞങ്ങൾക്ക് സർവ്വ സമ്മേളനത്തിനായിട്ട് പറഞ്ഞു, വത്തിക്കാനിൽ ചെന്ന് ഞങ്ങൾ സർവ്വ സമ്മേളനം നടത്തുമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവിടെ ഒരു മലയാളികളുണ്ട്, എല്ലായിടത്തും മലയാളികളുണ്ട്.
സഹായിക്കാനും നമുക്ക് ശരിക്കും ആ പാടൊരു വിഷമം തോന്നി. ബ്രസീലിൽ ചെന്നപ്പോൾ ഒരു മലയാളിയെ കാണാൻ പറ്റി. ആരെങ്കിലും ബ്രസീലിലൊക്കെ പോകണം, ക്ലാസ് വേണ്ടെന്ന് പറയുമ്പോഴും കാരണം ഒരു മലയാളി പോലും ഇല്ലാത്ത, സത്യം പറയാം ഇത്രയും നാളെ ഞാൻ ഈ വിദേശ യാത്രകൾ പോയിട്ടും മലയാളി ഇല്ലാത്തൊരു സ്ഥലം ബ്രസീലിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ ഇന്ത്യക്കാരുണ്ട്, അംബാസിഡർ അങ്ങനെയുള്ളവരൊക്കെ അവിടെ കാണാൻ സാധിച്ചു. പക്ഷെ ഒരു മലയാളി പോലും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. ഏതായാലും അവിടെ ഒരു ഓപ്ഷൻ കൂടി ഞങ്ങൾക്ക് തരിക. അപ്പൊ എല്ലാവിധമായ ആശംസകൾ, അതുപോലെ പ്രത്യേകമായ നന്ദി. ഇത്രയൊരു ഷോർട്ട് നോട്ടീസിൽ ഒരു പരിപാടി വെച്ച് ഇവിടെ ഒരു സ്വീകരണം ഒരുക്കുന്നതിനുള്ള പ്രത്യേകമായ നന്ദി പറഞ്ഞു ഞാൻ വാർപ്പിച്ചു. നമുക്ക് ബ്രസീലിലെ വിഷയങ്ങൾ അറിയാൻ പറ്റി. നമ്മൾ ഇനി ബ്രസീലിലേക്കും ചേക്കേറുന്നതായിരിക്കും ശ്രീ ചാണ്ടി ഉമ്മൻ എംഎൽഎയുടെ ഉപദേശം അനുസരിച്ച്. അതെ, വളരെ നല്ല വാക്കുകൾ അദ്ദേഹം പകർന്നു തന്നത്. അടുത്തതായിട്ട് ഇറ്റ്സ് ടൈം ഫോർ ദ ഫെലിസിറ്റേഷൻ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫെലിസിറ്റേഷന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ വിത്ത് ശ്രീ ചാണ്ടി ഉമ്മൻ എംഎൽഎ. അതുകൊണ്ട് ഫെലിസിറ്റേഷന് ശേഷം എല്ലാവരും ദയവായി കാത്തിരിക്കുക. ആദ്യമായിട്ട് let me invite Honorable Stafford City Mayor Ken Matthew for the felicitation. Sir, please. Thank you. Should I say in Malayalam or English? Malayalam. Malayalam മതിയില്ലയോ? എൻ്റെ അത് ലോകരുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യൻ, നേതാവ് ആയിരുന്ന ചാണ്ടി ഉമ്മൻ്റെ പിതാവ് ഉമ്മൻചാണ്ടി. ചിലപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരും, ചാണ്ടി ഉമ്മൻ, എനിക്ക് ഉമ്മൻചാണ്ടി. ഒരു ബ്ലെസ്സിങ് ആണ്, ഈശ്വരൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. അതുപോലുള്ള ഒരു പിതാവിനെ കിട്ടുക, അതുപോലെ ഒരു മകൻ വളർന്നു വരുന്നുണ്ട്, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്നെ പോലുള്ള പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇലക്ടഡ് ഒഫീഷ്യൽസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഈ പൊസിഷൻ എന്ന് പറയുന്നത് ആൾക്കാരെ സർവൻസ് ആക്കാനല്ല. എലക്ട് ചെയ്ത ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ സർവൻസ് ആകുക എന്നുള്ളതാണ്. അത് എൻ്റെ ഹീറോ ആയിരുന്ന താങ്കളുടെ പിതാവിന് ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നൊക്കെ മറ്റുള്ളവർ പഠിക്കട്ടെ. പൊളിറ്റീഷ്യൻസ് ആയിട്ട് വീട്ടിൽ വരാമെന്നുള്ളവർക്ക് അതൊരു എക്സാമ്പിളായി തീരട്ടെ. അതുകൊണ്ടാണ് ചാണ്ടി സാറ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ജനപ്രവാഹം, ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ കാണാൻ അത്രയും ആൾക്കാർ കൂടി ഒരു ഫ്യൂണറൽ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരുന്നത്. അത് ആൾക്കാരുടെ ഒരു എന്തും വേണ്ടി നല്ല കാര്യമെന്ന് ആലോചിച്ചു. അങ്ങനെ എല്ലാ പൊളിറ്റീഷ്യൻസും വരട്ടെ, സെൽഫ്ലെസ് ആയിട്ട് വരട്ടെ. ജനങ്ങളുടെ പ്രതിനിധിയാണ്, അല്ല അവർ നമ്മുടെ പ്രതിനിധിയല്ല. അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീ കെൻ മാത്യു. അടുത്ത ആശംസാ പ്രസംഗത്തിനായിട്ട് ശ്രീ സുരേന്ദ്രൻ പട്ടേൽ, ഓണറബിൾ ജഡ്ജ്, ഫോർട്ട് ബെൻഡ് കൗണ്ടി ഡിസ്ട്രിക്ട് കോർട്ട്. ബഹുമാന്യായ അധ്യക്ഷൻ, ബഹുമാന്യായ എംഎൽഎ ചാണ്ടി ഉമ്മൻ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കണ്ട ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് വന്ന സമയത്ത് കിട്ടിയ അവസരം ഉപയോഗിച്ച് 1 മിനിറ്റ് എന്ന് തീരുമാനിച്ചു പോയി. അരമണിക്കൂർ സ്വാഗത പ്രസംഗവും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അരമണിക്കൂർ അധ്യക്ഷ പ്രസംഗം കാണുന്ന സാധാരണഗതിയിൽ നിന്ന് ഒഴിവായി നിശ്ചയിച്ചതിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രസംഗമൊക്കെ വളരെ കാര്യമാത്ര പ്രസക്തമായ നിലയിലേക്ക് ഈ കാര്യങ്ങൾ നടത്താൻ തയ്യാറായത് ഞാൻ വലിയ നല്ല ഒരു സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ഇത് 2ാമത്തെ തവണയാണ് ചാണ്ടി ഉമ്മനെ കണ്ടത്. എത്രമാത്രം നമ്മൾ നിഷ്കർഷിച്ചാലും നമ്മളുടെ നാട്ടിൽ ഒരു 5 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യം എടുത്ത് നോക്കിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ വന്നാലും അവർ
രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാതെ രാഷ്ട്രീയം മാത്രം പറഞ്ഞ് പോകുന്ന ഒരു പൊതു ചിത്രമാണ് നമ്മളുടെ മുമ്പിൽ നിന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായി നാടിനെ കുറിച്ചും നാടിന്റെ വികസനത്തിനെ കുറിച്ചും പറയുന്ന നിലയിലേക്ക് നമ്മളുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാര് ഈ അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. അത് നമ്മളുടെ ചെറുപ്പക്കാരായ രാഷ്ട്രീയ പാർട്ടി ഏതുമാവട്ടെ, ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കന്മാര് കുറെ കൂടി വിശാലമായ നിലയിലേക്ക് പൊളിറ്റിക്സിനെ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ കേരളം മാറിയത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു സജഷനാണ് എനിക്ക് MLA എന്ന നിലയിൽ താങ്കളുടെ മുമ്പിൽ സൂചിപ്പിക്കാനുള്ളത്. താങ്കൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ സ്പോർട്സ് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു MLA ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ മിക്കവാറും എല്ലാ സ്കൂളിലും സ്റ്റേഡിയം ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ പറ്റുന്ന വരില്ല. എല്ലാ സ്കൂളിലും സ്റ്റേഡിയം ഉണ്ട്, ട്രാക്ക് ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും. അവർ ചെറിയൊരു ഫെസിലിറ്റി എങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂളില്ല, കെട്ടിടം ഇല്ല എന്ന് വിചാരിച്ചാൽ ഗവൺമെന്റ് കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമ്പത്ത് ഏതെങ്കിലും വിധത്തിൽ കണ്ടുപിടിക്കാനും സ്കൂളിന്റെ വികസനം നടത്താനും ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമുണ്ട്. ആ താല്പര്യം ഒരു ചെറിയ നിലയിലേക്കുള്ള ഒരു സംവിധാനം സ്കൂളിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അടുത്ത ടേമിൽ നിങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ചെറുപ്പക്കാരായ MLA-മാരെ നമ്മളുടെ സ്കൂളിൽ തന്നെ ഇത് തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന നിലയിലേക്ക് ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരാൻ പറ്റിയാൽ താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മളുടെ ഒരു ചെറിയ സമീപ ഭാവിയിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് മുത്തുകൾ വളരുമെന്ന ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഉഷ വന്നത് ഒരു ഫെസിലിറ്റി ഇല്ലാതെയാണ്, MN വിജയൻ വന്നത് ഒരു ഫെസിലിറ്റി ഇല്ലാതെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. നിങ്ങളുടെ ഒരു കൂടുതൽ ഉയർച്ചയിൽ നിങ്ങൾ പോലെയുള്ള പൊളിറ്റീഷ്യൻസിന്റെ കൂടുതൽ ഉയർച്ചയിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും സന്തോഷിക്കുന്നതിന് ഒരു വിഭാഗമാണ് പ്രവാസികൾ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. Thank you, Sri Sudhindran Patel. Next, may I invite Julie Matthew, Honorable.